നാഷണൽ പരീക്ഷകളിലെ ചോർച്ചയും ചോദ്യപേപ്പർ തട്ടിപ്പുകളും തടയാനായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർശന നിയമമാണ് പരീക്ഷാ തട്ടിപ്പ് തടയൽ നിയമം. പബ്ലിക് എക്സാമിനേഷൻ പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന പേരിൽ ഇന്ന് ലോകസഭയിൽ കേന്ദ്ര സർക്കാർ ചരിത്രത്തിൽ ആദ്യമായി പാസാക്കിയ ഒരു ബില്ലാണിത്. 60 കൊല്ലം കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഒരുപാട് പ്രാവശ്യമായിട്ട് പല നാഷണൽ പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ഇതുപോലെ പുറത്തുപോയി അതായത് ലീക്കാക്കി കച്ചവടം നടത്തിയിട്ടും അതിനെതിരെ ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറാവാത്ത കോൺഗ്രസ് സർക്കാരുകൾ ഇവിടെ നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ 12 കൊല്ലത്തിൻ്റെ ഇടയിൽ ഈ കഴിഞ്ഞ 2 വർഷം തുടർച്ചയായി നീറ്റ് പരീക്ഷയിലെ പരീക്ഷ പേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഈ സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ഗൗരവമായി തന്നെ കേന്ദ്ര സർക്കാർ അത് എടുക്കുകയും ഇതിന് കാരണക്കാരായ വിദ്യാർത്ഥി സമൂഹത്തിനെ ശ്ലാഘനീയമായി പ്രശംസിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ നിയമം ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ ആലോചിക്കുകയാണ്, ഈ 60 കൂടുതൽ ഇവിടെ ഭരിച്ച കോൺഗ്രസ് സത്യത്തിൽ ഈ നാഷണൽ എക്സാമിനേഷൻ്റെ ചോദ്യപേപ്പർ മറച്ച് വിറ്റ് കച്ചവടം ചെയ്ത് കാശുണ്ടാക്കുന്ന പരിപാടിയാണോ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് നമുക്ക് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. എന്തു തന്നെയായാലും ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അവരുടെ സഹോദരങ്ങൾ ചോദ്യപേപ്പർ ചോരുമ്പോഴും പരീക്ഷ റദ്ദാക്കുമ്പോഴും അവർക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളുടെ ഫലമായി അവർ ആത്മഹത്യ ചെയ്യുന്നു. അത് വളരെയധികം വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അതിനെതിരെ പ്രതികരിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഈ ആക്ട് ഇപ്പോൾ നിലവിൽ വന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെ അത് പാർലമെൻറ്റിൽ പാസ്സായിട്ടുണ്ട്. ഇത് ഇപ്പോഴുണ്ടായ നിയമം ജസ്റ്റ് ആ ആക്ട് പ്രകാരം ഈ കള്ളത്തരം ചെയ്തവൻ പിടിക്കപ്പെട്ടാൽ 10 വർഷത്തിൽ കൂടുതൽ ജയിലിൽ കിടക്കണം. അതിനു പുറമെ കോടികൾ 1-2 കോടി പിഴയും അടയ്ക്കണം. ഇത്തരത്തിലുള്ള അതികർശനമായ നിയമമാണ് ഇപ്പോൾ ഈ നിയമത്തിൽ കൂടെ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിവെൻഷൻ ഓഫ് അൺഫെയർ മീൻസ് ആക്ട് എന്ന പേരിൽ, അതായത് പരീക്ഷ തട്ടിപ്പ് തടയൽ നിയമത്തിൻ്റെ പേരിൽ കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് ആദ്യമായിട്ട്, ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ഇത് വ്യക്തികൾക്ക് മാത്രമല്ല, ഈ നിയമം ബാധകമാകുന്നത് ഈ പരീക്ഷ നടത്തുന്ന സിൻഡിക്കേറ്റുകൾ, കമ്പനികൾ, കോച്ചിങ് സെൻറ്ററുകൾ എല്ലാവർക്കും നിയമം ബാധകമായിരിക്കും. ആരാണ് ഈ തെറ്റ് കണ്ടു കഴിഞ്ഞാൽ, തെറ്റുണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണത്തിൻ്റെ വിധേയമായ ആരെയാണ് പിടിക്കുന്നത് അവർക്കെല്ലാം ഈ ശിക്ഷ കിട്ടും എന്ന് തന്നെയാണ് കർശനമായി നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി ഈ നിയമം പെട്ടെന്ന് പാസാക്കിയെങ്കിലും ഇതിൻ്റെ കൂടുതൽ വിശദീകരണവുമായി, കൂടുതൽ ഇതിന് എക്സ്പ്ലനേഷനുകളും ഒക്കെ ആയിട്ട് നമ്മുടെ നന്ദൻ ഇൻഡസ്ട്രിയലിസ്റ്റ് ഉണ്ടല്ലോ, നന്ദൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. ആ നന്ദൻ നീലകത്തിൻ്റെ
കമ്മിറ്റി അഡ്വൈസ് ചെയ്യുന്ന മുറയ്ക്ക് കൂടുതൽ പരിഷ്കാരങ്ങൾ ഈ കമ്മിറ്റിയിൽ വരുത്താനും ഇന്നത്തെ ചർച്ചയിൽ പാർലമെൻറ്റിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ ഹൈ പവർ ടാസ്ക് ഫോഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നത്. അതിൻ്റെ ചെയർമാനായിട്ടാണ് നന്ദൻ നീലകത്ത് നിയമിതനായിരിക്കുന്നത്. അദ്ദേഹം ഒരു ടെക്നോക്രാഫ്റ്റാണ്. ഇവിടെ എല്ലാവർക്കും അറിയാം, ഇന്ത്യയിൽ എല്ലാവർക്കും അറിയാം, ലോകത്തിന് തന്നെ അറിയാം. വലിയ ഒരു IT കമ്പനിയുടെ ഡയറക്ടർ കൂടിയാണ്. അദ്ദേഹത്തിനെയാണ് ഇതിൻ്റെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ അദ്ദേഹം ഈ ടാസ്ക് ഫോഴ്സിന് കൊടുക്കേണ്ട നിർദ്ദേശങ്ങളും പുതിയ അമെൻമെൻറ്റുകളുമൊക്കെ അടുത്ത് തന്നെ ഉണ്ടാകും. എന്തായാലും വളരെ കർശനമായ നിയമം കേന്ദ്രം ചരിത്രത്തിലാദ്യമായി ഇംപ്ലിമെൻ്റ് ചെയ്തു. അതിൻ്റെ കാരണക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികൾ തന്നെയാണ്. ഇവിടെ ഈ വിദ്യാർത്ഥികൾ ഈ സമരമായി വന്നപ്പോൾ ആ സമരത്തിന് ദുരുപയോഗം ചെയ്ത ഇവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ ലാക്കാക്കുന്ന ആ സംഭവത്തെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇന്ന് പാർലമെൻറ്റിൽ ഈ ബില്ലിൻ്റെ ചർച്ച വന്നപ്പോൾ എനിക്ക് വളരെയധികം അത്ഭുതം തോന്നിയൊരു കാര്യം ഞാൻ തുറന്നു പറയുകയാണ്. അതായത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അവിടെ കുറച്ച് ദീർഘനേര പ്രസംഗം നടത്തി. ആ പ്രതിപക്ഷ നേതാവ് അറിയാലോ, കേരളത്തിൽ നിന്നാണ് MP ആയി, ഈ വയനാട്ടിൽ നിന്നായി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദരിയാണ് അവിടെ MP. അദ്ദേഹം ഈ ബില്ലിനെതിരെയുള്ള സംസാരമായിട്ടാണ് സംസാരിച്ചതെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ റിഫോമിനെ കുറിച്ച്, അതായത് അതിലെ കുഴപ്പങ്ങൾ ശരിയാക്കാനുള്ളതിനെക്കുറിച്ച് എന്തെങ്കിലും ആ പ്രസംഗത്തിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ഇപ്പോഴും പാർലമെൻറ്റ് ചാനലിലും യൂട്യൂബിലൊക്കെ കിട്ടും, കേട്ട് നോക്കുക. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, അതിൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എക്സാമിനേഷനിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. അതിലുള്ള പ്രശ്നങ്ങൾ എന്താണ്, അത് എങ്ങനെ നമുക്ക് ശരിയാക്കാം എന്ന് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഇപ്പോഴുള്ള ഈ പേപ്പർ പുറത്തായതിനെക്കുറിച്ചും ഒരു വാക്കുപോലും ഈ പ്രതിപക്ഷ നേതാവ് സംസാരിച്ചിട്ടില്ല. ആ പ്രസംഗം നിങ്ങൾ കേട്ടു നോക്കൂ, അപ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരു നിയമം, ഈ പേപ്പർ, അതായത് പരീക്ഷയിൽ പേപ്പർ പുറത്തു പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അത് നിർത്താനുള്ള ഒരു നിയമം കൊണ്ടുവരുമ്പോൾ, ആ ചർച്ച ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ഒന്നും പറയാതെ വെറും രാഷ്ട്രീയം മാത്രം പറഞ്ഞ്, അത് മാറിയ രാഷ്ട്രീയം, എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഒന്നും നടക്കുന്നില്ല. അതും പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗമാണ് കേട്ടത്. ശരിക്ക് അവിടെ കേട്ടവർക്ക് എല്ലാവർക്കും, അവരുടെ പാർട്ടിയിൽ, അവരുടെ ഇന്ത്യ മുന്നിലും മറ്റുള്ള ഘടകകക്ഷികൾക്കും അവരങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കാൻ തുടങ്ങി. കാരണം ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ പുറത്തായത്, ഇന്നത്തെ സന്ദർഭം, പഴയ കാലങ്ങളിലെ സന്ദർഭം, അതൊന്നും പറയാൻ അദ്ദേഹം തയ്യാറില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ അറിയാം ഈ ക്വസ്റ്റ്യൻ പേപ്പർ സംഭവമായിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടി വളരെയധികം അതിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെന്നും അതുകൊണ്ട് ഇത് ചർച്ച ചെയ്താൽ അവർക്ക് തന്നെയാണ് അതിൻ്റെ ദോഷം എന്നൊക്കെ അറിയുന്നത് കൊണ്ട് ആയിരിക്കാം ബുദ്ധിപരമായിട്ട് അദ്ദേഹം അത് ചർച്ച ചെയ്യാതെ ഉരുണ്ട് കളിച്ചത് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പബ്ലിക് സോഷ്യൽ മീഡിയയിൽ ഞാനൊരു ചിത്രം ഇന്നലെ മിനിഞ്ഞാന്നായിട്ട് കണ്ടു. അതായത് ഇദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയിലെ, എനിക്ക് തോന്നുന്നു ഛത്തീസ്ഗഡിലെ ഒരു നേതാവാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ പേര് വന്നിട്ട് ശിവരാജ് മഡ്ഗനാങ്കർ ശിവരാജ്. ഇദ്ദേഹമാണ് ഈ ചോദ്യപേപ്പർ പുറത്ത് ചാടിച്ച വ്യക്തി. അദ്ദേഹം ഈ രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയിലൊരു നേതാവാണ്. അദ്ദേഹവുമായി നിൽക്കുന്ന ഒരു ഫോട്ടോ ഏതോ ഒരു ചടങ്ങിലാണ്, അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കിടന്ന് കറങ്ങുന്നുണ്ട്. അപ്പോൾ മനസ്സിലായല്ലോ, ചോദ്യപേപ്പർ പുറത്തു പോകുന്നത്
കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചുള്ളൊരു വിഷയമേ അല്ല. അതാണ് രാഹുൽ ഗാന്ധി ആ ചർച്ചയിൽ ആ വിഷയമേ ചർച്ച ചെയ്യാതെ വെറും ഈ എന്താ പറയുക വില കുറഞ്ഞ രാഷ്ട്രീയം അവിടെ സംസാരിച്ചു കൊണ്ടേയിരുന്നു. എല്ലാവരും താടിക്ക് കൈയും കൊടുത്തത് കേട്ടിരുന്നു. അല്ലാതെ എന്ത് ചെയ്യാനാണ്? അതിനെക്കാട്ടിയും വലിയ അത്ഭുതം അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ പ്രസംഗമാണ്. സഹോദരി വയനാട് MLA ആണ്, MLA അല്ല, വയനാട് MP ആണ്. ഈ വയനാട്ടിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിപ്പോൾ അറിയാലോ, കള്ളാടിയിൽ. ആ മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ആ പരിസരത്ത് കൂടെ ആ MP അവിടെ വന്നിട്ടില്ല, ഇപ്പോഴും കേരളത്തിലേക്ക് വന്നിട്ടില്ല. അതൊന്ന്. വയനാട്ടിലെ MP ആണ്. ഈ വയനാട്ടുകാർക്ക് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിനു മുന്നേ സഹോദരനായിരുന്നു, അവിടെ വലിയ മണ്ണിടിച്ചിലുണ്ടായി. എന്തു ചെയ്തു ഈ സഹോദരൻ ആ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ടിട്ട്? എന്തെങ്കിലും ചെയ്തോ? അതുപോട്ടെ, ആ പാർട്ടി ഓഫർ ചെയ്ത് പിരിവ് നടത്തി വീടുണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തോ? ആ പൈസ പുട്ടടിച്ചു എന്നല്ലാതെ. ആ പൈസ പിരിച്ച ഒരു MLA പെണ്ണുപിടിയൻ പിന്നെ ആ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി എന്നൊക്കെ പല കഥകളും നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ, അത് ആ പാർട്ടിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ തന്നെയാണ്. അത് നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഈ സിസ്റ്റർ, അതായത് പ്രിയങ്ക ഗാന്ധി പ്രസംഗിച്ചതും കൂടി പറയാം പാർലമെൻറ്റിൽ. മലയാളത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ സഹോദരിക്ക് കേൾക്കില്ല. കാരണം അവരുടെ ലാംഗ്വേജ് സ്നേഹം, അതായത് ഒരു മലയാള ലാംഗ്വേജ് ഉള്ള ഒരു സ്ഥലത്ത് നിന്നിട്ടാണ് ഇവർ രണ്ടുപേരും അവിടെ നിന്ന് ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോകുന്നത് എന്നുള്ള ഒരു ബോധം അവർക്ക് ഇനിയും ഉണ്ടോ എന്ന് സംശയമാണ്. കാരണം ഇവിടെ അന്യസംസ്ഥാനത്തിലെ IAS IPS ഉദ്യോഗസ്ഥരായ ഉദ്യോഗാർത്ഥികൾ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 month അവർ മലയാളം സംസാരിക്കുന്നത് ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. അപ്പം മലയാളം പഠിക്കാം. മലയാളികൾ ഹിന്ദിയും ഇംഗ്ലീഷും മറാഠിയും തമിഴും കന്നഡയും ആന്ധ്ര ഭാഷയും തെലുങ്കും ഒക്കെ സംസാരിക്കുന്നു വളരെ ഫ്ലുവൻ്റായിട്ട്. ഇവർക്കെന്താ പ്രത്യേകത? ഇവർ വയനാട്ടിലെ MP ആണ്. വയനാട്ടിലെ കേരളത്തിലെ ലാംഗ്വേജ് മലയാളമാണ്. ഈ മലയാളം കേൾക്കാനും പറയാനും മനസ്സിലാക്കാനോ അറിയില്ല, പഠിക്കാനും ശ്രമിക്കുന്നില്ല. മലയാളികളെ പുല്ലുവിലയാണ്. അതിലായിരുന്നു മനസ്സിലാക്കണേ. ആ വയനാട്ടിലൊരു മണ്ണിടിച്ചിൽ ഉണ്ടായപ്പോൾ ആ ഭാഗത്തു കൂടെ വന്നില്ല. എന്നിട്ട് ആ പാർട്ടിയിലെ നേതാക്കൾ പല്ലിളിച്ചിരുന്നിട്ട് എന്താ പറയില്ലേ, മെഴുകി വിടുകയാണ് തടി ഊരാൻ വേണ്ടിയിട്ട്. ആ പ്രിയങ്ക ഗാന്ധി, മലയാളത്തിൽ വന്ന് മത്സരിച്ച് ജയിക്കുന്ന പ്രിയങ്ക ഗാന്ധി, മലയാളം ഒരു വാക്ക് പറയാനറിയാത്ത പ്രിയങ്ക ഗാന്ധി. ഞാൻ ഈ മലയാളത്തിൽ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ അത് ചോദിച്ച് മനസ്സിലാക്കട്ടെ അവരുടെ നേതാക്കളോട്. ആ പാർലമെൻറ്റിൽ പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഇടയിൽ ഞാൻ സഹോദരൻ്റെ മാതിരി തന്നെയാണ്, വലിയ കാമ്പൊന്നും ഈ പേപ്പർ ചോർന്ന് ബില്ലിന് വേണ്ടിയിട്ട് സംസാരിച്ചിട്ടൊന്നുമില്ല. അവർ ആകെ ക്രിട്ടിസൈസ് ചെയ്തത് പ്രൊഫസർ കാംകോടി, അതായത് IIT മദ്രാസിലെ ഡയറക്ടറാണ്. അദ്ദേഹത്തിന് കളിയാക്കിക്കൊണ്ട് പ്രിയങ്ക ഗാന്ധി ഒരു പ്രസംഗം പാർലമെൻറ്റിൽ നടത്തി. അദ്ദേഹത്തിനെ ഗോമൂത്ര വിദഗ്ധൻ എന്നാണ് വിളിച്ചത്. ഇത് വിളിക്കുമ്പോൾ ജിഹാദികളാണോ കോൺഗ്രസ് MP മാരെന്നൊന്നും ഞാൻ പറയില്ല. സാധാരണ ഗോമൂത്രം, ചാണകം, ഷൂ നക്കി ഈ വാക്കുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നത് ഇവിടുത്തെ ജിഹാദികളാണ്. പക്ഷേ ഇപ്പോൾ ഈ ഗോമൂത്രം എന്ന് പറഞ്ഞപ്പോൾ കൈയടിച്ച് ഡെസ്കിലടിച്ച് കോൺഗ്രസ് MP മാർ അട്ടഹസിക്കുന്നത് കേട്ടു, ചിരിക്കുന്നത് കേട്ടു. അതിൽ ജിഹാദികളായ ചില MP മാരുണ്ട്, അവർക്ക് കുറച്ച് ഫോഴ്സ് കൂടുതലുമായിരുന്നു. പക്ഷേ ഞാനൊരു കാര്യം പ്രിയങ്ക ഗാന്ധിയോട് പറയട്ടെ. നിങ്ങൾ കളിയാക്കിയ ഈ പ്രൊഫസർ കാംകോടി ഈസ് IIT ഡയറക്ടർ, മദ്രാസിൻ്റെ ഡയറക്ടറാണ്. ഈസ് എ BA എൻജിനീയറാണ്. അദ്ദേഹം MS എടുത്തത് IIT മദ്രാസിൽ നിന്നാണ്. PhD എടുത്തതും IIT മദ്രാസിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പോസ്റ്റ് ഡോക്ടറേറ്റ് നേടിയത് IIS ബാംഗ്ലൂരിൽ നിന്നാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു സീനിയർ ഡിസൈൻ എൻജിനീയറായിട്ട്
പുറത്തേക്ക് പോയി, സിലിക്കോൺ വാലിയിലേക്ക് പോയിട്ടുണ്ട്. അത്ര കഴിവുള്ളൊരു വ്യക്തിയാണ് ഇദ്ദേഹം. അദ്ദേഹത്തിനെയാണ് നമ്മുടെ പ്രിയങ്ക ഗാന്ധി ഗോമൂത്ര വിദഗ്ധൻ എന്ന് പറഞ്ഞ് കളിയാക്കിയത്. ഇനിയും പറയാനുണ്ട്. അദ്ദേഹത്തിന് അബ്ദുൽ കലാം ആസാദ് കമ്മിറ്റിയുടെ ഒരു വലിയ അവാർഡ് കൊടുത്ത് ഇവിടെ ഇത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മശ്രീ കൊടുത്ത് അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ രാഷ്ട്രത്തിൻ്റെ ഒരു സ്വത്തായ ഒരു മനുഷ്യനെയാണ് വളരെ നിസാരവൽക്കരിച്ച് ജിഹാദികൾ പറയുന്ന മാതിരി മലയാളത്തിൻ്റെ ഒരു വാക്കോ തമിഴോ അറിയാത്ത ഗാന്ധി ഫാമിലി അല്ല കേട്ടോ, അതും കട്ട് സ്വന്തം പേരിൻ്റെ ഒപ്പം ഒട്ടിച്ച് വെച്ച് നടക്കുന്ന നെഹ്റു കുടുംബത്തിലെ ഒരു പാഴ്സി കുടുംബത്തിലെ ഒരു വ്യക്തി നിന്ന് പാർലമെൻറ്റിൽ പറയുകയാണ് ഗാന്ധി കുടുംബം അല്ല കേട്ടോ, തെറ്റിപ്പോയി. ഗാന്ധിയെ കൊട്ടേഷൻ കൊടുത്ത് വെടിവെച്ച് കൊന്നിട്ട് ആ പേര് സ്വന്തം കുടുംബത്തിലിട്ടവരാണ് എന്ന് തന്നെ നമുക്ക് പറയണം. കാരണം RSS ആണ് ഗാന്ധിയെ കൊന്നത് എന്ന് ഇവർ പറയുമ്പോൾ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരും ഒന്നും അല്ല തെളിവും. ഇത് പറഞ്ഞതിന് രാഹുൽ ഗാന്ധി സുപ്രീം കോടതിയിൽ പോയി മാപ്പ് പറഞ്ഞ ആളാണ്. RSS ആണ് വെടിവെച്ച് കൊന്നതെന്ന് പറഞ്ഞതിന്. അപ്പോൾ ഇപ്പോഴും അത് പറയുന്നവർക്കെതിരെ കേസെടുത്താൽ കർശനമായ ശിക്ഷ കിട്ടുമെന്നൊരു യാതൊരു സംശയവും വേണ്ട. അപ്പോൾ അങ്ങനെ നുണ പറയുമ്പോൾ ഇവിടെ സത്യമാണ് പറയുന്നത്. ഗാന്ധിജിയെ കൊല്ലാൻ RSS എന്ന് പറയുമ്പോൾ ഗാന്ധിജിയെ കൊല്ലാൻ, അതായത് 6 മാസം കഴിഞ്ഞാൽ ഇവിടെ ഇലക്ഷൻ വരും. ആ ഇലക്ഷനിൽ സ്വന്തം കസേര കിട്ടില്ല. ഗാന്ധി അത്രയും ഇങ്ങനെ പ്രൊജക്റ്റായി നിൽക്കുമ്പോൾ ഗാന്ധി മത്സരിച്ചാൽ ഗാന്ധിയാണ് ഇവിടെ പ്രധാനമന്ത്രിയാവാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഗാന്ധിയെ കൊട്ടേഷൻ കൊടുത്തു കൊന്നു എന്ന് നമുക്ക് ചിന്തിക്കണം. കാരണം ഗാന്ധി വെടികൊണ്ട് മരിച്ചതിന് ശേഷം ശരിയായ അന്വേഷണം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. RSS എന്ന് പറഞ്ഞ് പ്രസംഗിച്ച് നടക്കുകൾ മാത്രം ആണ് ഉണ്ടായത്. അപ്പോൾ ഗാന്ധി കുടുംബമല്ല, ഈ പാഴ്സി കുടുംബം ഇപ്പോൾ പാർലമെൻറ്റിൽ കയറി, അതും വിദ്യാർത്ഥി സമരത്തിൻ്റെ ഫലമായി ഒരുപാട് തലവേദനകൾ അതിൻ്റെ പിറകെ പോകുന്ന കേന്ദ്രത്തിന് ഇത് കാരണം കുറേ കാലങ്ങളോളം ഈ പരീക്ഷ പേപ്പർ ഔട്ടായിട്ടുണ്ട്. അന്നൊന്നും ഇല്ലാതെ പിന്നെ ഇപ്പം എന്തായാലും പ്രത്യേകത, പരീക്ഷ ഔട്ടായപ്പോൾ ആ പരീക്ഷ തള്ളി പുതിയ പരീക്ഷ നടത്തി അതിൻ്റെ റിസൾട്ട് വന്നു. അഡ്മിഷൻ പ്രോസസ്സ് പോകുമ്പോഴാണ് പെട്ടെന്ന് ഈ വിദ്യാർത്ഥികൾ സമരമായിട്ട് ഇറങ്ങുന്നത്. പക്ഷെ തമാശ, സമരം വന്നപ്പോൾ ആ സമരത്തിൻ്റെ വേദിയിൽ വന്നവർ മുഴുവൻ ആരായിരുന്നു? അതാണിപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. പലരും ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൂട്ടമായി അവിടെ ഇറങ്ങി കലാപമുണ്ടാക്കാൻ നോക്കി. അതിനുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്. വിദ്യാർത്ഥികളെ അതിന് കുറ്റം പറയാൻ പറ്റില്ല. അവരുടെ പരീക്ഷയുടെ പ്രശ്നം വന്നു, അത് അവർ പറഞ്ഞ നിയമങ്ങൾ നടപ്പാക്കി മന്ത്രി രാജിവെച്ചു, അവർ സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ അതിൻ്റെ പുറകിൽ അത് അടിച്ചു മാറ്റാൻ നോക്കിയ ഈ രാഷ്ട്രീയക്കാരെയാണ് അവിടെ അപകടം. ഞാനൊരു ഉദാഹരണം പറയാം. ഒരു ബ്ലോക്കാണ്. ആ ബ്ലോക്ക് നിലനിൽക്കുമ്പോൾ പെട്ടെന്നൊരു ആംബുലൻസ് വരുന്നു. ആംബുലൻസ് എത്ര ബ്ലോക്കായാലും ആംബുലൻസ് പോകാൻ വഴി ഉണ്ടാക്കി കൊടുക്കും. അത് ജനമായാലും പോലീസായാലും ആരായാലും. അപ്പോൾ ഈ ആംബുലൻസ് അങ്ങ് പോകുമ്പോൾ അതിൻ്റെ ബാക്കിൽ സൂത്രക്കാരായ 2-3 കാറുകളും അങ്ങ് പോകും. സത്യത്തിൽ ഈ പിന്നാലെ പോകുന്ന കാറുകൾ ആ ആംബുലൻസിനെ വഴിയൊരുക്കി കൊടുക്കാനോ അല്ലെങ്കിൽ അതിലെ രോഗിയുടെ ജീവൻ നിലനിർത്താനോ സഹായം ചെയ്യാനോ ഒന്നുമല്ല ആ ആംബുലൻസിൻ്റെ പിന്നാലെ കൂടുന്നത്. എന്തിനാണ്? അത് മുതലെടുക്കുക, അത്രമാത്രം. അതുതന്നെയാണ് ഇവിടെ ഈ വിദ്യാർത്ഥി സമരത്തിൽ കയറിക്കൂടിയ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികൾ, രാഷ്ട്രീയ നേതാക്കൾ. ആദ്യം പോയത് ആരറിയാലോ? CPMൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ചൈൽഡ് ബേബിയും ബ്രിട്ടാസും ഒക്കെയാണ് ആദ്യം അവിടെ പോയി വട്ടം തിരിഞ്ഞത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ടീം അവിടെ എത്തി ഈ സമരത്തിൻ്റെ പിതൃത്വം അങ്ങോട്ട് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. കഷ്ടം തോന്നുന്നു നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. എന്തു തന്നെയായാലും വളരെ ശക്തമായിട്ട് തന്നെ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ട് തന്നെ അതിശക്തമായ ചരിത്രത്തിൽ ആദ്യമായിട്ട്
പരീക്ഷകളിലെ ക്രമക്കേടുകൾക്കെതിരെയായി പരീക്ഷ പേപ്പറുകൾ പുറത്തു പോകുന്നതിനെതിരെയായിട്ടുള്ള കർശന നിയമം പാസാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ആ പരീക്ഷ ചോദ്യപേപ്പർ നിയമം ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ഇന്ന് തന്നെ വേറൊരു നിയമം കൂടി, അത് ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല, രാജ്യസഭയിലും പാസ്സായിട്ടുണ്ട്. അതായത് വന്ദേ മാതരത്തെ മോശമായിട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞാൽ അത് വലിയ രാജ്യദ്രോഹ കുറ്റമായി മാറുന്ന തരത്തിലുള്ള ഒരു നിയമം കൂടി പാസ്സായിട്ടുണ്ട്. എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളണം. ഇനി വന്ദേ മാതരം പാടുമ്പോൾ എണീറ്റ് നിൽക്കാതും പാടാതിരിക്കുന്നതൊക്കെ നിയമത്തിന് കുറ്റം തന്നെയാണ്. പക്ഷേ ഇത് നിയമമുണ്ടായി എന്ന് വിചാരിച്ചിട്ട് ജനഗണമന മൈക്കിൻ്റെ മുമ്പിൽ വന്നിട്ട് മാറിപ്പാടുന്ന മാതിരി ആവരുത്. അത് ഇതേമാതിരിയുള്ള നിയമമാണ്. ജനഗണമന തെറ്റി പാടിയാൽ അതിനും കർശന നിയമം നിലനിൽക്കുന്നുണ്ട്. എന്നിട്ട് പോലും പല വേദികളിലും ഇവിടുത്തെ നേതാക്കന്മാർ ജനഗണമന പാടുമ്പോൾ ആ വരികൾ തെറ്റിയിട്ടും ആവശ്യമില്ലാത്ത വരികൾ ചൊല്ലുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള പല വേദികളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്ദേ മാതരം ശരിയായിട്ട് മുഴുവനായി പഠിച്ച് മനസ്സിൽ വെച്ചോളൂ. ജനഗണമന പാടുന്നവരെ ദേശീയ ഗാനം പാടുന്ന പോലെ തന്നെയാണ് ഇനി വന്ദേ മാതരവും എന്ന് എല്ലാവരും മനസ്സിലാക്കുക. എന്തായാലും കേന്ദ്ര സർക്കാർ പെട്ടെന്ന് അതിവേഗത്തിൽ ഈ നിയമങ്ങൾ, അതായത് പരീക്ഷാ പേപ്പർ പുറത്തു പോകുമ്പോൾ അതിനെതിരെയുള്ള നിയമം വളരെ കർശനമായി ഇന്ന് പാസ്സാക്കിയെടുത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എവിടെയെങ്കിലും, അതായത് ഈ പരീക്ഷാ പേപ്പർ പുറത്തു പോയാൽ അത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളെയാണ് ബാധിക്കുക എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പരീക്ഷാ പേപ്പർ പുറത്തു പോയി കഴിഞ്ഞാൽ UPSC പരീക്ഷകൾ, SSC സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ പരീക്ഷകൾ, നീറ്റ് പരീക്ഷകൾ, JEE പരീക്ഷകൾ തുടങ്ങിയ പരീക്ഷകളുമായി ബന്ധപ്പെട്ടിട്ടാണ് നിയമം വന്നിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു സംശയമുണ്ട്, കേരള PSC ഇതിൽ പെടുമെന്നുള്ളത്. അതതിൽ പെടേണ്ടതായിരുന്നു. കാരണം ഏറ്റവും കൂടുതൽ കുഴപ്പം നടക്കുന്ന ഒരു പരീക്ഷാ സംവിധാനമാണ് PSC, കേരള PSC. അത് ഇതിൽ പെടുത്തേണ്ടതാണ്. അത് ഇനി റിക്വസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും മുന്നോട്ട് വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളതാണ് PSC പരീക്ഷ. അത് പരീക്ഷ കഴിഞ്ഞിട്ട് അപ്പോയിൻമെൻറ്റേ നടത്താത്ത റിസൾട്ടുകൾ PSCയിൽ ഉണ്ട് എന്നാണ് ഞാൻ കേട്ടത്. അപ്പോൾ അതും ഇതിൽ ഉൾപ്പെടുത്തണം എന്ന് എനിക്ക് കേന്ദ്ര സർക്കാരിനോട് വിനീത അപേക്ഷയുണ്ട്. എന്തു തന്നെയായാലും അതിശക്തമായിട്ട് നിയമം കൊണ്ടുവന്നു. ഇനി ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകത കൂടിയുണ്ട്. കുറ്റം ചെയ്തവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ, സാധാരണ ഇവിടെ എങ്ങനെയാണ്, എന്ത് കുറ്റം ചെയ്താലും, കൊലപാതകം ചെയ്താലും, കട്ടാലും, കൈക്കൂലി വാങ്ങിയാലും, കൊള്ള ചെയ്താലും, ഒരാളെ അപകീർത്തിപ്പെടുത്തിയാലും, ബലാത്സംഗം ചെയ്താലും, എന്ത് തന്നെ ചെയ്താലും ഇവിടെ ശിക്ഷ കിട്ടാൻ വർഷങ്ങളെടുക്കുകയാണ്. നമ്മളിപ്പോൾ കണ്ടില്ലേ, ഒരു അതിജീവിത, ഒരു നടി പകൽ സമയത്ത് കൂട്ടബലാത്സംഗത്തിന് വിധേയമായി വീഡിയോ പിടിച്ച്, ആ വീഡിയോ പിടിച്ചതാണ് അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. പോരെ, സാധാരണ അത് അവർ ബലാത്സംഗം ചെയ്യുന്ന വീഡിയോ പിടിക്കുന്നു, എന്നിട്ട് അത് കാണിക്കുന്നു, അത് കോടതിയും കാണുന്നു. ഇതിലും വലിയ തെളിവിഞ്ഞ് വേറെ വേണോ? നോക്കിയേ, ഒരു അത്ഭുതം. അവർ തന്നെ ബലാത്സംഗം ചെയ്യുന്നു, അവർ തന്നെ അതിൻ്റെ വീഡിയോ പിടിക്കുന്നു. സത്യത്തിൽ ഇത് കോടതി കൊണ്ട് ശിക്ഷിക്കുന്നു അവർ വിചാരിച്ചില്ല. അത് വീഡിയോ പിടിച്ചിട്ട് അവർ തന്നെ എല്ലാവർക്കും കൊടുക്കുന്നു. എല്ലാവരും അത് കാണുന്നു, അവരുടെ ഗ്യാങ് മുഴുവൻ അത് കാണുന്നു. കൂട്ടത്തിൽ കോടതിയിലെ ജഡ്ജും ഇത് കാണുന്നു. അത് വാദിക്കുന്ന പ്രതിവാദവും വാദിഭാഗവും വക്കീലും എല്ലാവരും കണ്ടു. അപ്പോൾ ഇതിനി നടന്നില്ല എന്നോ ചെയ്തില്ല എന്നൊന്നും വാദിക്കാൻ പറ്റില്ല. എന്നിട്ട് പോലും ആ കേസിന് ഒരു ശിക്ഷ കൊടുക്കാൻ പറ്റാത്ത ഒരു ദുരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ദുരവസ്ഥ ഇതിലുണ്ടാവാൻ പാടില്ല എന്ന കർശനമായി നിയമത്തിൽ പറയുന്നു. കണ്ടെത്തിക്കഴിഞ്ഞാൽ ഏറ്റവും ഫാസ്റ്റായിട്ട് അത് ശിക്ഷ നടപ്പാക്കണം. സത്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ, അതായത് മുസ്ലിം രാഷ്ട്രങ്ങൾ, ഞാൻ മുസ്ലിം രാഷ്ട്രത്തിനെ വളരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്, ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്താൽ, അതായത് ബലാത്സംഗം, മയക്കുമരുന്ന്, അല്ലെങ്കിൽ പീഡനം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എന്തു ചെയ്താലും കുറ്റം ചെയ്തവനെ കയ്യിൽ കിട്ടിയാൽ പിറ്റേ ദിവസം പൊതുജനമധ്യത്തിൽ വെച്ച്
തല വെട്ടി കൊല്ലുന്നു അല്ലെങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു. അത് നമ്മുടെ ഭരണഘടനയിലെ ഒരു ഫാൾട്ടാണ്. അത് ഇവിടെ കർശനമായിട്ട് ഈ ശിക്ഷ കൊടുത്തിട്ട് ഈ ബിരിയാണിയും കൊടുത്ത് നല്ല ഐക്കൂറ വറുത്തതും നല്ല മട്ടനും ബീഫും പാലും മുട്ടയും കൊടുത്ത് ജയിലിൽ കിടക്കാൻ വലിയ സുഖമൊന്നും അതിന് തിരക്കാത്തിരുന്ന് ക്യൂ ആണെന്നാണ് പറയണത്. ഒരു വീഡിയോ നമ്മൾ കണ്ടതല്ലേ. ജയിലിൽ പോകാൻ ഇന്ന് സാധാരണ പാവങ്ങൾ വെയിറ്റ് ചെയ്യാത്ര, പോലീസുകാർക്ക് കാശ് കൊടുത്ത് FIR ഇട്ട് തരാൻ പറയാണ്. കാരണം ജയിലിലത്ര സുഖം ആ ഭക്ഷണം കേട്ടപ്പോൾ. അപ്പോൾ ഇത്തരത്തിൽ ജയിലിലുള്ളവർക്ക് ഇങ്ങനത്തെ സാച്ചുറേറ്റഡ് ഫുഡൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ഒരു സാധാരണ ഭക്ഷണം കൊടുക്കണ്ടു. അപ്പോൾ ഈ ജയിലിലുള്ള പക്ഷെ അതിൽ വേറെ രസമുണ്ട്. ഈ ഒരു 1000 ആൾ ജയിലിലുണ്ടെങ്കിൽ 1000 ആൾക്ക് 100 ഗ്രാം വെച്ച് മട്ടൻ എന്നുള്ള ഒരു ടേബിൾ ഉണ്ടാവുമല്ലോ, അതിന്ന് പകുതി അടിച്ചു മാറ്റിത്തറ വേറെ ടീം. എന്നിട്ട് ഈ പാവം ജയിലിൽ കിടക്കുന്നവർക്ക് അതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ, അനുവദിച്ചതിൻ്റെ പകുതി. അപ്പം വളരെ ദയനീയമായ ഒരു സമൂഹമാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെ നല്ല രീതിയിൽ സിസ്റ്റമാറ്റിക്കായി കൊണ്ടുവരണമെങ്കിൽ ഇത്തരത്തിലുള്ള പെട്ടെന്നുള്ള ഇടപെടലുകളൊക്കെ വേണ്ടി വരും. ഇപ്പോൾ കണ്ടില്ലേ, പരീക്ഷയുടെ കാര്യത്തിൽ കാലാകാലങ്ങളായിട്ടുള്ള പരീക്ഷാ വിഷയമാണ്. പരീക്ഷ പേപ്പർ ചോർച്ചലാണ്. അതിൻ്റെ ആ ഭരണം നടത്തിയ പാർട്ടിയുടെ നേതാക്കൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റും അതില്ല. കാരണം അവർ തന്നെ ആ പരീക്ഷാ പേപ്പർ ചോർത്തിക്കൊണ്ടുപോയ നേതാവിൻ്റെ ഒപ്പം ഷോള എണീച്ചുള്ള ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കളിക്കുകയാണ്. അപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ വിദ്യാർത്ഥികളുടെ മാത്രം താല്പര്യം കൊണ്ട് മാത്രം ഉണ്ടായൊരു നിയമമാണ്. ആ വിദ്യാർത്ഥികൾക്ക് പ്രത്യേകമായിട്ട് നമ്മൾ അവരെ ആദരിക്കണം, ആശീർവദിക്കണം. അല്ലാതെ അവരെ പോലും വഴിതെറ്റിക്കാൻ നോക്കിയ ഈ രാഷ്ട്രീയ ജിഹാദികൾക്കല്ല, അവരെ കൃത്യമായി തെളിവോടെ ഇപ്പോൾ അവിടെ പ്രശ്നമുണ്ടാക്കിയത് മുഴുവൻ കണ്ടെത്തണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഇത്ര പെട്ടെന്ന് ഈ നിയമം കൊണ്ടുവന്നതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം.